സോളാർ കേസ് ഗണേഷ് കുമാറിന് തിരിച്ചടി. സോളാർ കേസിലെ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സമർപ്പിച്ച ഹർജി തള്ളി കോടതി. കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ പേജുകൾ കൂട്ടിച്ചേർത്ത് ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന ഹർജിയിലാണ് കോടതി നടപടി തുടരുന്നത്. അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് ഹർജി നൽകിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താനായി സോളാർ പ്രതി ജയിലിൽ നിന്നെഴുതിയ കത്തിൽ 4 പേജ് അധികമായി എഴുതി ചേർത്തെന്നാരോപിച്ചാണ് അഭിഭാഷകൻ സുധീർ ജേക്കബ് കേസ് നൽകിയത്. സോളാർ പ്രതിയും ഗണേഷ് കുമാറും കേസിൽ 1ഉം 2ഉം പ്രതികളാണ്. ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചുള്ള കത്ത് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കി സോളാർ കേസ് പ്രതിക്ക് കൈമാറിയത് ശരണ്യ മനോജ് ആണെന്ന് പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണൻ കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് E.R. അർജുൻ രാജ് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. പ്രതി പിന്നീട് ഈ കത്ത് സ്വന്തം കൈപ്പടയിലേക്ക് മാറ്റി നൽകുകയായിരുന്നെന്നും ഫെനി മൊഴി നൽകി. ഗണേഷ് കുമാർ നേരിൽ കണ്ട് സഹായം അഭ്യർത്ഥിച്ചെന്നും ഫെനി വെളിപ്പെടുത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കൊടുക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നതായി മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുധീർ മലയിൽ കോടതിയിൽ ഹാജരായി മൊഴി നൽകിയത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു.